ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ ഒരു അറസ്റ്റ് നടത്തി. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു ആണ് അറസ്റ്റിലായത്. ഈ കേസിൽ, ഈ സ്വർണ്ണക്കൊള്ള കേസിൽ 7ാമത്തെ പ്രതിയാണ് KS ബൈജു. ഷെവീദ് റാവുത്തർ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. ഷെവീദ്, ശരിക്കും ഏത് രീതിയിലുള്ള കുറ്റമാണ് ഈ ബൈജുവിൻ്റെ പേരിൽ ആരോപിച്ചിട്ടുള്ളത്? കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലാണല്ലോ ഇയാളെ 7ാമത്തെ പ്രതിയാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടതിയിൽ SIT കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് വളരെ ചുരുക്കം വിവരങ്ങൾ മാത്രമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം നടത്തിയൊരു ഇടപാടാണ് ഇതെന്നുള്ള കാര്യം ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘം വിശ്വസിക്കുന്നില്ല. പകരം ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കടക്കം, ചിലപ്പോൾ ചില ദേവസ്വം ഭാരവാഹികൾക്കടക്കം ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണയും അറിവുമുണ്ട് എന്നുള്ളതാണ് SIT കണ്ടെത്തൽ. ഇതാണ് കോടതി കഴിഞ്ഞ ദിവസം ഇതൊരു അന്താരാഷ്ട്ര കൊള്ളയാണ് എന്നുള്ള തരത്തിലേക്കുള്ള നിഗമനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ KS ബൈജുവിന്റെ അറസ്റ്റിലേക്ക്, മുൻ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള KS ബൈജുവിന്റെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള കാരണം, ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള ഇയാളുടെ സാന്നിധ്യം അവിടെ വേണമായിരുന്നു. എന്നാൽ അത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ തെളിവടക്കം. അതായത് മഹസർ രേഖയും രജിസ്റ്റർ രേഖയും മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തി അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. ഇത് കേവലം ഏതെങ്കിലും തരത്തിൽ ബോധപൂർവമല്ലാത്ത വീഴ്ചയായി അന്വേഷണ സംഘം കാണുകയും ചെയ്യുന്നില്ല. കാരണം ഒരു വലിയ കോൺസ്പിറസിയുടെ ഭാഗമായി ഈ ഉദ്യോഗസ്ഥർ അവരുടെ വീഴ്ചയിൽ, അതായത് ശബരിമലയിലെ ഡേറ്റയെ വേണ്ട വിധത്തിൽ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ വീഴ്ചയായി SITയും കോടതിയും നിരീക്ഷിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന്റെ അറസ്റ്റിലേക്ക് SIT സംഘം കടന്നിട്ടുള്ളത്. ഇവർക്ക് പിന്നാലെ മറ്റു ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് കൂടി ഒരുപക്ഷെ ഇന്നോ നാളെയോ ഉണ്ടാകും എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, ഈ ശില്പപാളികൾ ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുനിൽകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാർ, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലെത്തി പാളികളുടെ തൂക്കം മഹസറുമായി ഒത്തുനോക്കാതെ മറ്റൊരു തിരുവാഭരണം മുൻ കമ്മീഷണറായിട്ടുള്ള RG രാധാകൃഷ്ണൻ, തെറ്റായ മഹസർ തയ്യാറാക്കിയിട്ടുള്ള മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ VS രാജേന്ദ്ര പ്രസാദ്, അങ്ങനെ പലതരത്തിൽ ഈ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജേന്ദ്രൻ എന്നിവരൊക്കെ SITയുടെ പട്ടികയിലുള്ള പേരുകളാണ്. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയിലേക്ക് അന്വേഷണ സംഘം പോകുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറും ഒക്കെ ആയിരുന്ന N വാസു, അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത ശേഷം അന്വേഷണ സംഘം മടങ്ങിയിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൂടി ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ PA ആയിരുന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അടക്കമുള്ള ആളുകളോട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ N വാസുവിനെ ഒരു പക്ഷേ ഇന്നോ നാളെയോ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നേക്കും എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥതല ഗൂഢാലോചനയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പത്മകുമാർ അടക്കമുള്ള ആളുകളിലേക്ക് ഉടൻ തന്നെ ഒരുപക്ഷെ നോട്ടീസ് അയച്ചോ അയക്കാതെയോ അവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലേക്കും ചോദ്യം ചെയ്യലിലേക്കും അറസ്റ്റിലേക്കും ഒക്കെ കടക്കും എന്ന സൂചനകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പുറത്തിറക്കിയ ഉത്തരവിൽ വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് 2019 അടക്കം നടത്തിയത് അത് സ്വർണ്ണക്കൊള്ള തന്നെയാണെന്ന് വീണ്ടും കോടതി അംഗീകരിക്കുകയും അത് ഉറപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെ 2025 ചില ട്രയൽ റണ്ണുകളൊക്കെ നടത്തിയിരുന്നു. 2019 സമാനമായി ട്രയൽ റണ്ണൊക്കെ നടത്തി എന്ന തരത്തിലുള്ള സൂചനകൾ വന്നിരുന്നു. നമുക്കറിയാം, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടില്ല, പകരം പുതിയ ദേവസ്വം പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ അത് നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ കൂടി SIT അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 4ാമത്തെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി, രണ്ടാമത് മുരാരി ബാബു, പിന്നാലെ സുധീഷ് കുമാർ, അതിനുശേഷം ഇപ്പോൾ KS ബൈജു, മുൻ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള KS ബൈജുവിന്റെ അറസ്റ്റിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഉദ്യോഗസ്ഥ കോൺസ്പിറസിയിൽ കൂടുതൽ അന്വേഷണം അത് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റ് അത് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.